കേൾക്കാലോ അല്ലേ എല്ലാവർക്കും? വൺസ് അഗൈൻ. കേൾക്കാം സാർ. ഓക്കെ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. നിങ്ങളെ നോട്ടായിട്ട് എൻ്റെ കൂടെ എഴുതി പോരും കേട്ടോ. വേറെ സമയം അതിനു വേണ്ടി നമുക്കപ്പം ചെലവഴിക്കേണ്ടി വരില്ല. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്ന ലൈറ്റ്. ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഇപ്പം ഈ XY ആക്സിസ് കൺസിഡർ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ X ആക്സിസ്, ഇതാണ് ഇതിൻ്റെ Y ആക്സിസ്. അങ്ങനെയെങ്കിൽ ഇതിന് രണ്ടും പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ടും കൂടെ ഒരു ആക്സിസ് വരയ്ക്കാം അല്ലേ? അല്ലെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു ആക്സിസ് വരച്ചാൽ അതാണ് നമ്മുടെ Z ആക്സിസ്. ഇനി ഞാനിതിൽ ഒരു വേവ് വരയ്ക്കുവാണ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വരയ്ക്കുവാണ്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഏതായിരിക്കും? ഏതാ? യെസ്, ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഈസ് ഇൻ X ഡയറക്ഷൻ. അപ്പോൾ അതിനുണ്ടാകുന്ന എക്സ് അല്ലേ, പൊസിഷൻ ചേഞ്ചും അതിനുണ്ടാകുന്ന വെലോസിറ്റി, ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം നമ്മൾ ഏത് ആക്സിലാണ് മെഷർ ചെയ്യുന്നത്? X ആക്സിസിൽ. ഇനി വെലോസിറ്റിയും എക്സ് ഡിസ്പ്ലേസ്മെൻറ്റും X ആക്സിസിലാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഒരു വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു വേവ് വരച്ചു, ആ വേവ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം ഞാൻ എടുത്തു, ഇപ്പം ഇവിടെ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ ഈ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു, അവിടുത്തെ പൊസിഷൻ X ആണെന്നിരിക്കട്ടെ, അവിടെ നമ്മളത് മെഷർ ചെയ്ത ടൈം T ആണെന്നിരിക്കട്ടെ. ഇതല്ലേ ഇതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലേ? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്യുന്ന Y ആക്സിസിലെ ഈ പോയിന്റ്, അത് E0 എന്നിരിക്കട്ടെ. ആംപ്ലിറ്റ്യൂഡ് E0. രണ്ട് ക്രസ്റ്റ് അല്ലെങ്കിൽ ട്രഫ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് ലാംഡ വേവ് ലെങ്ത് എന്നിരിക്കട്ടെ. അറ്റ് എനി ഇൻസ്റ്റന്റ് T എന്ന് പറയുന്ന ഇൻസ്റ്റന്റിൽ ഞാൻ എക്സും ടിയും മെഷർ ചെയ്തു. ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇയുടെ വാല്യൂ ഇത്. അപ്പൊ ഈ എഴുതിയാൽ എങ്ങനെ എഴുതണം? E ഓഫ് Y എന്ന് എഴുതണം അല്ലേ? ഇലക്ട്രിക് ഫീൽഡിൽ ഏതാക്ഷാലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ പല ടെക്സ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് എടുക്കാൻ കാരണം വരച്ച്. ചിലയിടത്ത് ഈ Y കാണും, ചിലയിടത്ത് ഈ Y എന്ന് കാണും, ചിലയിടത്ത് ഈ Z എന്ന് കാണും. അതൊക്കെ ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എക്സിലോട്ടാണ് പ്രൊപ്പഗേഷൻ എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷൻ്റെ വേണം സഫിക്സ് ആയിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു EY എന്ന് എഴുതാം അല്ലേ? ഇനി ഒരു വേവ് ഇക്വേഷന്റെ ഫോം നിങ്ങൾക്കറിയാവോ? ഡിഗ്രിയിൽ നമ്മൾ പഠിച്ച വേവ് ഇക്വേഷന്റെ എഴുതുന്ന രീതി Y ഈസ് ഈക്വൽ ടു A സൈൻ ഒമേഗ T പ്ലസ് ഫൈ, അല്ലെങ്കിൽ Y ഈസ് ഈക്വൽ ടു A കോസ് KX മൈനസ് ഒമേഗ. അങ്ങനെ കണ്ടിട്ടുണ്ടോ? Y ഈസ് ഈക്വൽ ടു A കോസ് ഓഫ് KX മൈനസ് ഒമേഗ T. ഇതാണ് ഒരു ജനറൽ വേവിന്റെ ഇക്വേഷൻ. ഇതിനെ തന്നെ സൈനിലും എഴുതാം. Y ഈസ് ഈക്വൽ ടു A സൈൻ ഓഫ് KX മൈനസ് ഒമേഗ T ആയിരിക്കും. ഇതിനെ എക്സ്പോണൻഷ്യൽ ആയിട്ടും എഴുതാം, ശരിയല്ലേ? E റേസ് ടു I തീറ്റ എന്ന് പറഞ്ഞാൽ എന്നാ?
ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം എന്നാ? പറഞ്ഞ ആരേലും ഇ റേസ് ടു ഐ തീറ്റ ഈസ് ഈക്വൽ ടു ആര്യ. ആര്യ, ക്യാൻ യു ഹിയർ മീ? ഹലോ. ഹലോ സാർ. ആ, ഇ റേസ് ടു ഐ തീറ്റയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്നാ? കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു സൈൻ തീറ്റ. ശരിയല്ലേ? അപ്പോൾ ഇപ്പൊ ഈ ഒന്നാമത്തെ ഇക്വേഷന് വൈയുടെ ഇക്വേഷൻ, ഈ ഇക്വേഷനെ ഇ റേസ് ടുവിന്റെ ഫോമിൽ എഴുതണേ എങ്ങനെ എഴുതുമാരിയ? വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു റിയൽ പാർട്ട് മാത്രമല്ലേ കോസ് തീറ്റ, ഇത് റിയൽ പാർട്ടും ഇത് ഇമാജിനറി പാർട്ടും. റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു ഐ തീറ്റയ്ക്ക് വരിയിട്ടേ കെ എക്സ് മൈനസ് ഒമേഗ ടി. ഇത് അറിയണം ആദ്യം, എന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ജനറൽ വേവ് ഇക്വേഷൻ ആണ് വൈ ഇസ് ഈക്വൽ ടു എ കോസ് ഓഫ് കെ എക്സ് മൈനസ് ഒമേഗ ടി. വേണമെങ്കിൽ ഒരു ഫൈ ഇട്ടേര്, ഇഫ് ദയർ ഈസ് എനി ഫേസ് ചേഞ്ച്. എല്ലാത്തിലും നമുക്കൊരു ഫൈ ആഡ് ചെയ്യും. ഇനി അതെന്ന് പറയുന്നത് ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇ റേസ് ടു ഐ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇതിനെയാണെങ്കിൽ റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഫൈ ഉണ്ടെങ്കിൽ ഫൈ ഇടണം. ഇനി ഇതിനെ എങ്ങനെ എഴുതും? ഇതിനെ y ഈസ് ഈക്വൽ ടു ബിനിൽ, ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? y is equal to a into real part of a into imaginary part അല്ലേ? സൈൻഡ് ടേം അല്ലേ? ആ. ഇമാജിനറി പാർട്ട് ഓഫ്. ഇപ്പൊ ചിലപ്പോൾ ഇങ്ങനെ പുസ്തകമൊക്കെ നോക്കുമ്പോൾ ചുമ്മാ IM എന്നൊക്കെ പറഞ്ഞ് കാണും, അറിയത്തില്ലാതെ വരും. അതുകൊണ്ടാണ് ഇതെല്ലാം വായിച്ചു നോക്കി വെച്ച് ഞാനിവിടെ സമയം എടുത്തിരുന്ന് ഇത് എഴുതി കാണിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ അതുപോലെ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഞാനും ചുമ്മാ കുറച്ച് പറഞ്ഞു വെച്ചിട്ട് പോകാന്നുള്ളൂ. ഇമാജിനറി പാർട്ട് ഓഫ് ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് 5. ഈ ജനറൽ ഫോം ഇതാണ് ഒരു വേവ് ഇക്വേഷൻ, ജനറൽ വേവ് ഇക്വേഷൻ. അതറിയാമെങ്കിലേ നമുക്ക് വേവ് ഇക്വേഷനും ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇക്വേഷൻ എന്താണെന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ജനറൽ വേവ് ഇക്വേഷൻ അങ്ങ് എഴുതിയെടുത്ത്. നോട്ട്ബുക്ക് കയ്യിലില്ല എല്ലാവരുടെയും? ഹലോ, ഞാൻ ഇവിടുന്ന് ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞപ്പം ഞാനിവിടെ ആദ്യം എഴുതി കാണിക്കാം. ഇ വൈ ഈസ് ഈക്വൽ ടു ഇ സീറോ ഇൻറ്റു കോസ് ഓഫ് കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് 5. ഇ സീറോ എന്ന് പറഞ്ഞാൽ എന്നാണ്? ദ മാക്സിമം ഹൈറ്റ് അല്ലേ, ദിസ് ഹൈറ്റ്. സോ ഇ സീറോ ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊസൈൻ ഓഫ് കെ എന്നാന്നറിയാവോ? പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്, വേവിന്റെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. COST എന്നിട്ട് ആ കോൺസ്റ്റന്റ് അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. കെയുടെ ഇക്വേഷൻ ആണ് 2π ഡിവൈഡഡ് ബൈ ലാംഡ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. നമ്മൾ ആദ്യം ജനറൽ ഇക്വേഷൻ ഇ വൈ പഠിച്ചു. ഇ വൈ ഈസ് ഈക്വൽ ടു cos of kx minus omega t plus 5. Now k is equal to 2π divided by lambda. Clear അല്ലേ? ഇനി ഇതിനകത്ത് എക്സ് നിങ്ങൾക്ക് അറിയാം, പൊസിഷൻ. ഒമേഗ എന്നാ? ഒമേഗ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി, പഠിച്ചിട്ടുള്ളതല്ലേ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നൊക്കെ പറയുന്നതിനകത്ത് ഒമേഗയുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഒമേഗ ഈക്വൽ ടു 2π ന്യൂ. ന്യൂ എന്നാണ്? അപ്പം where ന്യൂ is the frequency. അതാണ് അപ്പം നമുക്ക് ഇതിനകത്ത് പ്രോബ്ലം ചെയ്യാനും മറ്റും ആവശ്യമായിട്ടുള്ള അടുത്ത ഇക്വേഷൻ. ഒമേഗ ഈസ് ഈക്വൽ ടു 2π ന്യൂ. ഇനി എന്നാ ഉണ്ട്? ടി ഉണ്ട്, ടൈം നിങ്ങൾക്കറിയാം. ഫൈ എന്നാന്നറിയാവോ? ഫൈ ഫേസ് ഡിഫറൻസ്.
ഫേസ് ഡിഫറൻസ് ആണ് 5. ഫേസ് ഡിഫറൻസ് എന്നാ നിങ്ങൾക്ക് അറിയാവോ? അറിയില്ലേ, പറഞ്ഞുതരാം, അതുകൊണ്ട് ചോദിച്ചു. 5 എന്ന് എപ്പോഴും കേട്ടിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, സൈൻ 0 എന്ന് പറഞ്ഞാൽ എത്രയാ? 0. കോസ് 0 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ നമ്മൾ അതിനെ ഒരു ആക്സിസിൽ വരയ്ക്കുവാണെങ്കിൽ സൈൻ 0 0 ആയിട്ട് ആ ഗ്രാഫ് ഇതാ ഇങ്ങനെ തുടങ്ങും അല്ലേ? കോസ് 0 എന്ന് പറഞ്ഞ ഗ്രാഫ് എങ്ങനെ തുടങ്ങും? ഇവിടെ 1 തുടങ്ങും, ഇങ്ങനെ തുടങ്ങും, കണ്ടോ? ഈ ഒരു ഗ്രാഫിനെ ഇവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതാ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് അല്ലേ? ആ വ്യത്യാസം ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പം രണ്ട് വേവ് തമ്മിലുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെ ഫേസിന്റെ വ്യത്യാസത്തിനെയാണ് നമ്മൾ 5 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ സൈൻ എഴുതി കഴിഞ്ഞാലും കോസ് എഴുതി കഴിഞ്ഞാലും വേവ് അത് തന്നെ, വേവിന് മാറ്റമൊന്നുമില്ല. പക്ഷെ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ അതിന്റെ നേച്ചറിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം, അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് 5 എന്ന് എഴുതുന്നത്. സോ ദിസ് ഈസ് അവർ മേജർ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. EY is equal to E0 cos of kx minus omega t plus 5. ഇനി ഇതിൽ ഏതൊക്കെ ക്വാണ്ടിറ്റീസ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നറിയാവോ? E0 എപ്പോഴും കോൺസ്റ്റന്റ് അല്ലേ? E0, പിന്നെ K constant. വെരി ഗുഡ്, K ഈസ് എ കോൺസ്റ്റന്റ്, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. K മാർക്ക് കഴിഞ്ഞാൽ K ഇങ്ങനെ തന്നെ ആയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഫേസ് കൃത്യമായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് എങ്ങനെയൊക്കെ അങ്ങ് പോകും. പിന്നെ ഒമേഗ ഒരു കോൺസ്റ്റന്റ് ആണ്, 2π ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഒമേഗ 2π കോൺസ്റ്റന്റ് ആണ്, 5ഉം കോൺസ്റ്റന്റ്. ബട്ട് ഈ നമ്മൾ ആദ്യം എഴുതിയ ഈ ഏത് പോയിന്റിലും മാറിക്കൊണ്ടിരിക്കും T ഉള്ളതുകൊണ്ട്. EY X T ആർ വേരിയബിൾസ്. അപ്പൊ ഒരു വേവ് ഇക്വേഷനിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ട്? കുറച്ച് കോൺസ്റ്റന്റ് കാര്യങ്ങളും ഉണ്ട്, കുറച്ച് വേരിയബിൾ ക്വാണ്ടിറ്റീസും ഉണ്ട്. Then the relation between all these parameters, the relation between all the parameters of the traveling wave, the relation between all the parameters of the traveling wave is called wave function. ക്ലിയർ അല്ലേ? ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇക്വേഷൻ എന്നായിരുന്നു ആദ്യത്തെ ഹെഡിങ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇക്വേഷന്റെ ഈയുടെ ടേംസിലുള്ള വേവ് ഇക്വേഷൻ ഞാൻ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു. ഫിഗർ സം എക്സ്പ്ലനേഷൻ വിത്ത്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? എനിവൺ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ദാറ്റ് മീൻസ് the wave is propagating in positive x direction. അപ്പൊ നിങ്ങളൊരു വേവ് ഇക്വേഷൻ കാണുക, EY is equal to E0 cos of kx plus omega t plus 5 എന്നാണ്. അങ്ങനെയെങ്കിൽ ആ വേവിൽ നിന്ന് നമുക്ക് ആ സൈൻ കൊണ്ട് എന്ത് മനസ്സിലാക്കാം? സംയുക്ത. ഈ പോസിറ്റീവ് ഇവിടെ വന്നുകൊണ്ട് അതിന്റെ അർത്ഥം എന്നാണ്? അതിന്റെ അർത്ഥം എന്നാ? സംയുക്ത സുരേഷ്, കേൾക്കാവോ താങ്കൾക്ക്? കേൾക്കാം സർ. ഇവിടെ ഈ പോസിറ്റീവ് സൈൻ, ഈ നെഗറ്റീവിന് പകരം ഇവിടെ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നെഗറ്റീവ് ഡയറക്ഷനിലോട്ടാണ്. വെരി ഗുഡ്. ദാറ്റ് വേവ് ഓർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ -x ഡയറക്ഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ഒമേഗയുടെ വാല്യൂ പോസിറ്റീവ് +24 എന്ന് കൺസിഡർ ചെയ്യും. ഇനി T അവിടെയുണ്ട്, 5 എത്രയാണ് ഇവിടെ?
π/6. അപ്പൊ ഞാൻ രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഈ വേവിന്റെ വെലോസിറ്റി v എത്രയാന്ന് കണ്ടുപിടിച്ച്? v എങ്ങനെ കണ്ടുപിടിക്കാം? അവിടെ ഞാൻ ഒരു റിലേഷനോടെ പറഞ്ഞു തരാനാണ്. ഒമേഗ ഈസ് ഈക്വൽ ടു v ഇൻറ്റു കെ. അങ്ങനെ റിലേഷൻ കേട്ടിട്ടുണ്ടോ? ഒമേഗ ഈസ് ഈക്വൽ ടു v ഇൻറ്റു കെ. അപ്പൊ v ഇൻറ്റു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v എത്രയാണ് നമ്മുടെ ഇതില്? v ആണ് കണ്ടുപിടിക്കുന്നത്. സോറി. അപ്പൊ v എങ്ങനെ ചെയ്യാം? v ഇസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ കെ. ഒമേഗ എത്രയാണ്? ഒമേഗ 24 ഡിവൈഡഡ് ബൈ കെ എത്രയാണ്? കെ എത്രയാ? എ കോസ് ഓഫ് കെ എക്സ്. കെ എത്രയാ? 6. അപ്പൊ എത്ര കിട്ടും? 4 കിട്ടും. കണ്ടോ? ഫുൾ ഇൻഫർമേഷൻ ഇവൻ തരുന്നുണ്ട്. ആക്ച്വലി ഒരു വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞു, ദ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അതിന്റെ പൊസിഷൻ, അതിന്റെ വെലോസിറ്റി, അതിന്റെ വേവ് ലെങ്ത്. ലാംഡ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വേവ് ലെങ്ത് കാണാൻ ഇനി കണ്ടുപിടിക്കണ്ടെങ്കിലോ ലാംഡ എങ്ങനെ കണ്ടുപിടിക്കാം? വേവ് ലെങ്ത് ഓഫ് ദാറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എങ്ങനെ കണ്ടുപിടിക്കാം? ലാംഡ ഉള്ള ഏതെങ്കിലും റിലേഷൻ പറഞ്ഞേ. 1/nu എടുക്കും. 1/nu. K equal to 2 pi by lambda. Very good. K is equal to 2 pi by lambda. ആ റിലേഷൻ ഞാൻ തൊട്ട് മുമ്പ് എഴുതി തന്നായിരുന്നു അല്ലേ? അത് വെച്ച് എങ്ങനെ കിട്ടും? അതിനകത്തുനിന്ന് k is equal to 2 pi by lambda എന്ന് പറഞ്ഞാൽ ലാംഡ is equal to 2 pi by k അല്ലേ? 2 into 3.14 ഡിവൈഡഡ് ബൈ k എത്രയാ? 6. ഇത് ഏകദേശം 6.14 28 സംതിങ് ഒക്കെ ആയിരിക്കും. ഡിവൈഡ് ബൈ 6 അപ്പം 0. എത്രയാണോ ആ വാല്യൂ. കണ്ടോ ലാംഡ കണ്ടുപിടിക്കുന്നത്? അപ്പൊ നമുക്ക് വേവ് ലെങ്ത് കിട്ടും, അതിന്റെ വെലോസിറ്റി കിട്ടും, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കിട്ടും, ഫ്രീക്വൻസി എങ്ങനെ കിട്ടും? ഫ്രീക്വൻസി എങ്ങനെ കിട്ടും? ശരത്, ഫ്രീക്വൻസി എങ്ങനെ കിട്ടും? ഫ്രീക്വൻസി Sir, omega is equal to 2 pi nu. വെരി ഗുഡ്. പെട്ടെന്ന് പറയൂ. ഒമേഗ ഈസ് ഈക്വൽ ടു 2 പൈ ന്യൂ. അപ്പൊ ന്യൂ ഈസ് ഈക്വൽ ടു 2 പൈ ബൈ ഒമേഗ. നമുക്കെല്ലാം കിട്ടിയിട്ടില്ലേ? അപ്പൊ 2 ഇൻറ്റു 3. ഇങ്ങോട്ട് മാറ്റി എഴുതുവാണേ. 2 ഇൻറ്റു 3.14 ഡിവൈഡഡ് ബൈ ഒമേഗ എത്രയാണ്? 24. നമുക്ക് ഫ്രീക്വൻസി കിട്ടി. ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ ഇതിന്റെ കിട്ടാതെ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് ഞാൻ എഴുതി തന്ന റിലേഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ. വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻ ബിറ്റ്വീൻ ഓൾ ദ പാരാമീറ്റേഴ്സ് ഓഫ് എ ട്രാവലിംഗ് വേവ്. ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ എല്ലാ പാരാമീറ്ററും തമ്മിലുള്ള റിലേഷനാണ് ഒരു വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതായിരുന്നു നമ്മുടെ വേവ്. ഈ വേവ് നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് അങ്ങ് പോയി. ഇതായിരുന്നു എക്സ് ആക്സ് അല്ലേ? എക്സ് ആക്സിൽ ഏതാ വരുന്നത്? എക്സും ടിയും. വൈ ആക്സിൽ ഏതൊക്കെയാ വന്നെ? ഇലക്ട്രിക് ഫീൽഡ്. ഇസഡ് ആക്സിസിൽ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയെങ്കിൽ ബി എഴുതി കഴിഞ്ഞാൽ അത് ഏത് ആക്സിസ് ആയിരിക്കും? വേവ് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ബി ഇസഡ് എന്ന് കൊടുക്കണം അല്ലേ? എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? ചുമ്മാ വൈ ഈക്വൽ ടു അല്ല, ചില ദിവസം എ എക്സ് ഇ എക്സ് എന്ന് പറയുമ്പം നമ്മളോട് ഇങ്ങനെ പറയും ഇ എക്സ് എക്സ് ആക്സിലാന്ന് പറയും. അങ്ങനെ ചിന്തിച്ചേക്കല്ലേ നിങ്ങൾ? ഇതൊക്കെ ഒരുപാട് കൺസെപ്റ്റുകളും. വേവ് പോകുന്ന എക്സിലാണ്, ഇ കിടക്കുന്ന വൈയിലാണ്, ബി കിടക്കുന്ന ഇസഡിലാണ്. അതുകൊണ്ട് ബി എങ്ങനെയാകും? ബി ഇസഡ് ഈസ് ഈക്വൽ ടു
ആ ആക്സിസിലോട്ടുള്ള മാക്സിമം വാല്യൂ B0 cos of kx minus omega t plus 5. കണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഈ y is equal to E0 cos of kx minus omega t plus 5. So we can write both the equation in terms of electric field and in terms of magnetic field. The negative sign indicate that the wave traveling in positive x direction, if it is negative, the wave traveling in minus x direction or opposite direction. ഈ ചാപ്റ്ററിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ കുറിച്ച് ഇനി എന്തറിയണേലും we want to know the fundamental Maxwell's equations. അല്ലേ? ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും കണക്ട് ചെയ്യുന്ന എല്ലാ ഇക്വേഷൻ 4 ഇക്വേഷൻസ് we togetherly called it as Maxwell's equation. Maxwell's equations അറിയാവോ? Maxwell's equation ഏതൊക്കെയാണ്? പല രീതിയിൽ പലയിടത്ത് പല ഇന്റർപ്രിട്ടേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് അത് ജനറലി രണ്ടായിട്ട് നമുക്ക് വേണം. മാക്സ്വെൽ ഇക്വേഷൻ ഇൻ ജനറൽ ഫോം ഉണ്ട്, അല്ലെങ്കിൽ ഇൻ മാറ്റർ, ഏതെങ്കിലും ഒരു വസ്തുക്കൾ അല്ലെ പദാർത്ഥങ്ങളിൽ ഉള്ള മാക്സ്വെൽ. സോ മാക്സ്വെൽസ് ഇക്വേഷൻ del dot T is equal to rho by epsilon 0. First one, del dot T is equal to rho by epsilon 0. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു കൂളോംസിലോ ഒക്കെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് ഗോസ് തിയർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചിട്ട് ഗോസ് തിയറം പഠിച്ചിട്ടില്ലേ? ഗോസ് തിയർ എന്നായിരുന്നു? phi is equal to surface integral E dot dl is equal to Q by E dot ds, സർഫസ് ഇന്റഗ്രൽ Q by epsilon 0 എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഈ Q എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ അല്ലേ? റോ ആണ് റോ ഇൻറ്റു എ ബൈ എപ്സിലോൺ 0. ഇത് എന്നതായി എഴുതി വെച്ചിരിക്കുന്നത്? That is the Gauss theorem. അപ്പം മാക്സ്വെൽസിന്റെ ഫസ്റ്റ് ലോ ഏതാണ്? ഗോസ് തിയറം. അറിയാമായിരുന്നോ? ഗോസ് തിയറം തന്നെയാണ് മാക്സ്വെൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ എല്ലാ ഇക്വേഷൻസും കമ്പൈൻ ചെയ്തപ്പം ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതി. സെക്കൻഡ് വൺ, del dot B equal to 0. ഇവിടെ നോക്കിയാൽ ഇവിടെ ചാർജ് ഡെൻസിറ്റി അല്ലേ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്. del dot B equal to 0. ഞാൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ട്, ലൈൻ ഇന്റഗ്രൽ B dot ds equal to 0. അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഡൈവേർജ് അല്ലേ? ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡൈവേർജൻ എന്ന് അറിയത്തില്ലേ? ഡൈവേർജൻസ് അറിയാം, ഡോട്ട് പ്രൊഡക്റ്റ്. ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലോ കേൾ, ഡൈവേർജൻസും കേൾ. ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ ഡൈവേർജൻ എന്ന് പറഞ്ഞാൽ അകന്നു പോവാന്ന്. അതായത് ഇപ്പം ഒരു ലൈൻസ് ഇങ്ങനെ വന്നു വെച്ചാൽ ഇങ്ങനെ അകന്നു പോകും, അതാണ് ഡൈവേർജ് ചെയ്യാൻ. കൺവേർജ് ചെയ്യാന്ന് പറഞ്ഞാലോ ഒരു പോയിന്റിലേക്ക് കൂട്ടിമുട്ടും. ഇപ്പൊ കോൺവെക്സ് ലെൻസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ കൺവേർജിങ് ടു എ പോയിന്റ് ദാറ്റ് ഈസ് കോൾഡ് ഫോക്കസ്. കോൺകേവ് ആണെങ്കിൽ അതിങ്ങനെ അകന്നു പോയിട്ട് തിരിച്ച് ഇങ്ങ് വരുമ്പോൾ ഒരു പോയിന്റ് ദാറ്റ് ഈസ് ഡൈവേർജ്. അങ്ങനെ കേട്ടിട്ടില്ലേ വാക്കുകൾ? ഡോട്ട് പ്രൊഡക്റ്റ് റെപ്രസെന്റ് ദ ഡൈവേർജൻസ്, ക്രോസ് പ്രൊഡക്റ്റ് റെപ്രസെന്റ് ദ കേൾ ഓർ കൺവേർജൻസ്. ഇനി ലൈൻ ഡോട്ട് ബി ഡോട്ട് ഡി എസ് 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈസ് ക്ലോസ്ഡ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ വരയ്ക്കണേ? പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് തുടങ്ങി നെഗറ്റീവ് തീരും അല്ലേ? അങ്ങനല്ലേ കൂളോംസ് ലോ നിങ്ങൾ വരച്ചുകൊണ്ടിരുന്നത്? പക്ഷെ മാഗ്നറ്റിന്റെ കേസിൽ എങ്ങനെയാണ്? നോർത്ത് സൗത്ത്, ഇതൊക്കെ ആക്ച്വലി ഇമാജിനറി കൺസെപ്റ്റ് ആണ്. നോർത്തിൽ തുടങ്ങി സൗത്തിൽ പുറത്ത് തീർന്നാല് സൗത്തിലൂടെ അത് വന്ന് നോർത്തിലാകും മാഗ്നറ്റിനകത്ത്. സോ മാഗ്നറ്റിക് പോൾ ഓർ മാഗ്നറ്റ് നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഓർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈസ് ക്ലോസ്ഡ്. അതാണ് അതിൻ്റെ അർത്ഥം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്
are closed. Then third law. വേറൊരു കളർ കൊണ്ട് എഴുതിയിരുന്നെങ്കിൽ വ്യക്തമായേനെ. അടുത്ത എഴുതാം. തേർഡ് ലോ നമുക്ക് del cross E is equal to minus dou B by dou T. Del cross E is equal to minus dou B by dou T. അത് ഏതാണെന്നറിയാവോ? Whenever there is a change in magnetic field and induced EMF is formed. അത് ഏത് ലോയാ? Faraday's theorem. അപ്പോൾ Faraday's theorem ആണ് തേർഡ് ലോ. കണ്ടിട്ടുണ്ടായിരുന്നു. എപ്സിലോൺ ഈസ് ഈക്വൽ ടു d∅/dt എന്നായിരുന്നു ഫാരഡേ പറഞ്ഞത്. അത് കഴിഞ്ഞ് ലെൻസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തു, മൈനസ് d∅/dt. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് V ഈസ് ഈക്വൽ ടു മൈനസ് d∅/dt. ഈ ഫൈ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡും ഇതെന്ന് പറയുന്നത് ഇലക്ട്രിക്. സോ whenever there is a change in magnetic field or magnetic flux and induced EMF is formed. So last and final equation, fourth one, del cross B is equal to mu 0 J plus mu 0 epsilon 0 dou E by dou T. ഇവിടെ എന്തിനാ ചേഞ്ച് ഉണ്ടാകുന്നത്? ഇലക്ട്രിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാകും, അല്ലെങ്കിൽ കറണ്ടിനൊരു വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരുന്നാൽ. എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാം, നമ്മൾ സർക്കുലർ ലൂപ്പിലൂടെ ഒരു കറണ്ട് കടന്നു പോകുമ്പം അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും എന്ന് കേട്ടിട്ടില്ലേ? അതാണ് അതിൻ്റെ അർത്ഥം. ഒരു കറണ്ടിന് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡിന് വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഇൻട്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് ബി. ദാറ്റ് മീൻസ് ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ്. ഇങ്ങനെ ഈ ഇട്ട് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? എല്ലായിടത്തും ഞാൻ ഈ ഇലക്ട്രിക് ഫീൽഡ് മുഴുവൻ ഇതുണ്ടല്ലോ. Changing electric field creates a magnetic field. So these are the four Maxwell's equations. ഇവിടെ mu 0 നിങ്ങൾക്ക് അറിയായിരിക്കും. mu 0 permeability of the free space. അതായത് നമ്മൾ ബയോട്ട് സവാർഡ് ഷോയിൽ mu 0 divided by 4 pi into ideal sin theta അതിനകത്ത് പറയുന്നുണ്ട് 4 pi into 10⁻⁻⁷ ഹെൻറി പെർ മീറ്റർ. എപ്സിലോൺ 0 എന്നാണ്? പെർമിറ്റിവിറ്റി. ഇത് പെർമിയബിലിറ്റി, ഇത് പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8.85 into 10⁻⁻12 ഹെൻറി പെർ മീറ്റർ. അല്ലെ ഫാരഡ് പെർ മീറ്റർ, എഫ് ഫാരഡ് ആട്ടോ. So these are the four basic equations or Maxwell's equation, very important that we require to this chapter. Del dot E is equal to rho by epsilon 0. Del dot B is equal to 0. Del cross E is equal to minus dou B by dou T. Del cross B is equal to mu 0 J plus mu 0 epsilon 0 dou E by dou T. ഇനി ഒരു മാറ്ററിലേക്ക് വന്നു കഴിയുമ്പം നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡിന് വരെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡെൽ ഡോട്ട് ഡി വരും. അതുപോലെ തന്നെ ഈ ബിക്ക് വരെ അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് എച്ച് വരും. നമുക്ക് അത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ ദീസ് ആർ ദ ബേസിക് മാക്സ്വെൽസ് ഇക്വേഷൻ. ഫസ്റ്റ് വൺ ഗോസ് തിയറം തന്നെയാണ്. സെക്കൻഡ് വൺ അർത്ഥം മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ ക്ലോസ്ഡ്. തേർഡ് വൺ ഫാരഡേസ് തിയർ ആണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് whenever there is a change in magnetic field, the change in electric field creates a magnetic field. ഇവിടെ change in magnetic field creates electric field. Clear അല്ലേ? മനസ്സിലാവും.